കാലം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ അറിയോ? ഒന്ന് ചാറ്റിൽ കൈവോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന കൃഷ്ണകുമാർ കുന്നോത്ത്, മലയാളിയായ, അതായത് ഇന്ത്യയുടെ എന്താ പറയാ, ഒരു കാലത്തെ അല്ലെങ്കിൽ അടുത്ത കാലം വരെ, അദ്ദേഹം മരിക്കുന്നത് വരെ ഇന്ത്യയുടെ ഒരു തരംഗമായിരുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ സ്റ്റേജ് പെർഫോമൻസിലൂടെയും അല്ലെങ്കിൽ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളിലൂടെ ആരാധകരെ ലക്ഷങ്ങളെ കോരിത്തെരിപ്പിച്ചിരുന്ന കെ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം തന്നെ പാട്ടുകൾ എഴുതുമായിരുന്നു, മനോഹരമായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. ഒരു എന്താ പറയാ, ഒരു റിയൽ ജയന്റ് ആയിരുന്നു ആ ഫീൽഡിൽ. ഇദ്ദേഹത്തിന്റെ മരണകാരണം, അതായത് എന്താണ്, സ്റ്റേജിൽ പാട്ട് അവതരിച്ചുകൊണ്ടിരിക്കെ ശ്വാസം മുട്ടുണ്ടായി, ചെസ്റ്റ് പെയിൻ ഉണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റിയില്ല, മരിച്ചുപോയി. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ ഒരുപാട് നീര് കയറിയിരുന്നു. തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തിന്റെ അതർവൈസ് ഹെൽത്തി ഡയറ്റ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഹെൽത്തി ഡയറ്റ്, അതുപോലെ ഒരുപാട് ഡോക്ടർമാരുടെയും എക്സ്പേർട്സിന്റെ ഒക്കെ സർവിലൻസ് ഉള്ള ഒരാളായിരുന്നു. വളരെയേറെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ള ആളായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഹാർട്ടില് എപ്പിക്കാർഡിയം എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അവിടെയൊക്കെ ഇഷ്ടംപോലെ കൊഴുപ്പുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഹാർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, ഓട്ടോപ്സി ചെയ്തപ്പോൾ കിട്ടിയ റിപ്പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് എപ്പിക്കാർഡിയൽ ഫാറ്റ് വളരെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ വളരെ ആരോഗ്യവും ചിട്ടയുള്ള പ്രൊഫഷണൽ സിംഗേഴ്സ് പലരും വളരെ ചിട്ടയോടെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് അവരുടെ ശബ്ദം ക്രമീകരിക്കാനും ശബ്ദം സൂക്ഷിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇദ്ദേഹം പർട്ടിക്കുലർലി വളരെ ഹെൽത്തി ആയിരുന്നു. വളരെ, അദ്ദേഹത്തിന്റെ ഫിസിക് കണ്ടാൽ അറിയാം, സ്റ്റേജ് പെർഫോമൻസ് കണ്ടാൽ അറിയാം, വളരെ അധികം ശ്രദ്ധ ഈ മേഖലയിൽ കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് ഇത്തരം ദാരുണമായ ഒരു അന്ത്യം പെർഫോമൻസിനിടയിൽ. പക്ഷെ ഹീറോയ്ക്ക് നമുക്ക് പറയാം, ഒരു ഭാഗത്ത് പെർഫോം ചെയ്യുമ്പോൾ മരിക്കുക എന്നുള്ളത് വലിയൊരു എന്താ പറയാ നേട്ടമായിട്ട് ചില ആളുകൾ കാണാറുണ്ട്.